ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ടീച്ചർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഫ്ലോറൻസ് കവൽഷിനിന്റെ ദ ഗെയിം ഓഫ് ലൈഫ് ആൻഡ് ഹൗ ടു പ്ലേ ഇറ്റ്. മക്കളെ, ഇവരുടെ സ്റ്റോറി നോക്കുമ്പോൾ ഇവര് ഒരു സാധാരണ ആർട്ടിസ്റ്റായിട്ട് ജീവിതം നയിച്ചു വന്നൊരു വ്യക്തിയാണ്. സ്കോവൽഷിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ ജീവിതം വളരെ ഫ്ലോപ്പായിരുന്നു. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു. അതുപോലെ തന്നെ മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയെടുക്കേണ്ടി വന്ന അവസ്ഥ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവർ സിംഗിൾ മദേഴ്സ് ഉണ്ട്. ടീച്ചർക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ അതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഫ്ലോറൻസ് കവൽഷിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു മോശം അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹം അവരോട് പറഞ്ഞു, എന്നാലും വല്ലാത്ത കഷ്ടമായിപ്പോയി നിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ എങ്ങനെ നീ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും? ഇത്രയും സാമ്പത്തിക ബാധ്യതകൾ നീ എങ്ങനെ തീർക്കും ഒറ്റയ്ക്ക്? നിന്നെക്കൊണ്ട് ഇനി പറ്റുമോ? ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാനൊക്കെയുള്ള കഴിവ് നിനക്കുണ്ടോ? എന്നൊക്കെയുള്ള പല കമൻറ്റുകളും അവർക്ക് കേൾക്കേണ്ടി വന്നു. അവർ ആദ്യം കുറേ വിഷമിച്ചു, കരഞ്ഞു. പിന്നെ അവർ ചിന്തിച്ചു, എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ്. ആ മോശം സാഹചര്യത്തിലും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നാൽ, വിഷമിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ചുറ്റുമുള്ള സാഹചര്യം മോശമാണ്, അതുപോലെ എൻ്റെ ഉള്ളിലെ സെൽഫ് ടോക്ക്, ഞാൻ എന്നോട് നിരന്തരം പറയുന്ന കാര്യങ്ങളും നെഗറ്റീവാണ്. ഇങ്ങനെയൊരു നെഗറ്റീവ് സെൽഫ് ടോക്കിൽ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ മനസ്സിൽ നിരന്തരമായിട്ട് ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ഞാനൊരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല, ഞാൻ എങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കും, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഞാൻ തരണം ചെയ്യും, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കി, ലോകം എനിക്ക് അനുകൂലമല്ല, പക്ഷേ എനിക്ക് മാറ്റാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഉള്ളിലെ സംസാരം, സെൽഫ് ടോക്ക്. അപ്പോൾ അവർ നിരന്തരം അവരുടെ ഉള്ളിലെ പവർ ഓഫ് വേർഡ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ വാക്കുകളുടെ ശക്തി. ഇവർ നിരന്തരം പറയാൻ തുടങ്ങി, ഞാൻ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഏറ്റവും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് എനിക്ക് വരാൻ പോകുന്നത്, ഞാൻ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ പുസ്തകങ്ങൾ വിപണിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവർക്ക് പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതാനുള്ള ആശയങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ തന്നെ ഒരു പുസ്തകങ്ങളാക്കി എഴുതി. ഇന്നും 100 വർഷങ്ങൾക്കിപ്പുറവും ദ ഗെയിം ഓഫ് ലൈഫ് ആൻഡ് ഹൗ ടു പ്ലേ ഇറ്റ് എന്ന് പറയുന്ന ഫ്ലോറൻസ് കവൽഷിനിൻ്റെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ 2 തീരുമാനങ്ങൾ എടുക്കാം. ചിലർ ചിന്തിക്കും, എനിക്ക് ജീവിതം മടുത്തു, മതിയാക്കാം, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മതി, അല്ലേ? ചില സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോയിരുന്നെങ്കിൽ സ്വസ്ഥത കിട്ടിയേനെ? അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ യെസ് ടീച്ചറമ്മ എന്ന് കമൻറ്റിലിട്ടേ മക്കളെ. ചിലപ്പോൾ തന്നെ ജീവിതം തന്നെ അങ്ങ് മതിയാക്കാമെന്ന് തോന്നിയിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എളുപ്പമല്ലേ ജീവിതം മതിയാക്കി ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടാനൊക്കെ ഭയങ്കര ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. പക്ഷെ ജീവിക്കാനാണ് പാട്, അല്ലേ? ചിലർ വിചാരിക്കും ആത്മഹത്യ ചെയ്യാം. ഈ ആത്മഹത്യ ചെയ്യാനെടുക്കുന്ന ധൈര്യത്തിൻ്റെ 4/1 പോലും വേണ്ട നമുക്ക് നല്ല സന്തോഷകരമായിട്ട് ജീവിക്കാൻ. മക്കളെ, ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ടീച്ചർമ്മ പറയാം, നിങ്ങൾ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പലർക്കും പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ നിരന്തരം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവാണോ? നിങ്ങൾ നെഗറ്റീവ് ലൈഫിനെ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് പോസിറ്റിവിറ്റിയിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവരണം. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ടീച്ചർമ്മ മൈൻഡ് റീപ്രോഗ്രാമിംഗ്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് യുവർ വേർഡ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കണ്ടാമിനേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞ് മനസ്സിനെ ക്ലിയർ ആക്കുമ്പോൾ തന്നെ നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഓഗസ്റ്റ് 3 നമ്മുടെ സിൽവർ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആകാറായി കഴിഞ്ഞു. ഇനി ആരെങ്കിലും അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരു മെൻറ്റർ വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയും, സീക്രട്ട് ബുക്ക് പോയി വായിക്കും. സീക്രട്ടൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വായിച്ചതാണ്. നമുക്ക് വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും, ഇത് എന്ത് ചെയ്യണം, എങ്ങനെ 100 കൺഫ്യൂഷൻ. അതിലും കറക്റ്റായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല. ഞാൻ 100 കണക്കിന് പുസ്തകങ്ങൾ
വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് നേടിയ വിസ്ഡം, അതൊന്നും നമ്മൾ പറയില്ലേ, നമുക്ക് ഒരാളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ പറ്റും, ഒരാൾക്ക് ദുഷ്പേരുണ്ടാക്കി കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരാൾ നേടിയ അറിവും അവരുടെ വിസ്ഡം ഒന്നും ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നേടിയിട്ടുള്ള വിസ്ഡമാണ് ഓരോ ക്ലാസ്സുകളിലൂടെ വീഡിയോസിലൂടെ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ മോർണിംഗ് മോട്ടിവേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മോട്ടിവേഷനാണ്, പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ട്രാൻസ്ഫർമേഷനാണ്. ജീവിതം തന്നെ 360 ഡിഗ്രി മാറുന്ന കാര്യങ്ങളാണ് ടീച്ചർ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നെഗറ്റീവായിട്ടാണ് നിരന്തരം നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക. അതാണ് നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി. നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളോട് സംസാരിക്കുക. ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട് മക്കളെ. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞു, ഞാനൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കത്തില്ല, ഞാനൊരു വയ്യപ്പതുങ്ങിയാണ്, എവിടെ ചെന്നാലും ആളുകൾ എന്നോട് മോശമായിട്ട് പെരുമാറി, ഇത്രയും ഗതികെട്ട ജീവിതം ആർക്കും ഇല്ല, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നെഗറ്റീവ് മനുഷ്യരുടെ ലക്ഷണങ്ങളാണ്. ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലുള്ള ജീവിതമാണ്. ഈ ജീവിതത്തിൽ ജീവിച്ചാൽ നമ്മൾ ഭയക്കണം. കാര്യം ഈ ഒരു ഇങ്ങനെ നെഗറ്റിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് മോശം അവസ്ഥയിലേക്ക് പോകും. എന്താണ് പോസിറ്റിവിറ്റി? പോസിറ്റിവിറ്റിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കേണ്ടത്, നല്ല ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന് നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തണം എന്നൊരു ചിന്ത വരണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ എന്തിനെ അന്വേഷിക്കുന്നോ അത് നമ്മളിലേക്ക് വരും. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനും അതിന് വേണ്ടി സമയം കണ്ടെത്താനും വായിക്കാനും നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തും. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും. എന്തിനാണ്? നമ്മളെ തന്നെ ഒരു ദിവസം ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ടീച്ചറമ്മ മുന്നോട്ട് പോകുന്നതിൻ്റെ റീസൺ എന്താ? നിരന്തരം വായന, നിരന്തരമായിട്ടുള്ള പഠനം, ഇതിൽ പുതിയ റിസർച്ചുകൾ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ മക്കളും എന്ത് ചെയ്യുക? നിരന്തരം ശക്തമായിട്ട് മുന്നോട്ട് പോകുക. സാഹചര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു നിൽക്കാതെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയി എല്ലാവരും നല്ല സൂപ്പർ സക്സസ്ഫുൾ ആകുക. ടീച്ചറമ്മ എല്ലാവരുടെ നിറകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാറ്റാ, ബൈ ബൈ, ലവ് യു.